പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, നോൻപിന്റെ ദിവസങ്ങളില് ഞങ്ങൾ കൂടുന്ന ആരാധനയില് പങ്കെടുക്കുമ്പോൾ അങ്ങയുടെ പീഡാനുഭവത്തിന്റെ കുരിശു മരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മായാത്ത മുദ്രകള് ഞങ്ങളുടെ ഹൃദയത്തില് പതിപ്പിച്ചുറപ്പിക്കുവാൻ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, നിന്റെ തിരുവിലാവിൽ ഒഴുകുന്ന രക്തത്തെ അനുസ്മരിച്ചുകൊണ്ട് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്ന ആ മുറിവിനാൽ ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. മർക്കോസിന്റെ സുവിശേഷം 9:23-24 പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തെ അതീത വിശ്വാസമായി, അഭിഷേക വിശ്വാസമായി, അധികാര വിശ്വാസമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരചരണങ്ങളിലെ പഴുതുകള് അനുസ്മരിച്ചുകൊണ്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നത് പോലെ ഞങ്ങളുടെ പ്രത്യാശയെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈശോയെ, അങ്ങയുടെ തിരുശിരസ്സിൽ അണിയുന്ന മുൾക്കിരീടങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആ മുൾക്കിടത്തിന്റെ ശക്തിയാൽ കർത്താവേ, ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ആരാധന യേശുവേ, ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവായ ദൈവമേ, ചമ്മട്ടിയടിയേറ്റ അങ്ങയുടെ തിരുമേനിയിലെ എല്ലാ പാടുകളെയും അടിയങ്ങൾ വിട്ട് ആരാധിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരുപാടുകളാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. സമർപ്പണത്തിന്റെ വരങ്ങളാൽ നിറയ്ക്കണമേ. അഭിഷേകം ചെയ്യണമേ.
പിലാത്തോസിന്റെ കൊത്തളം മുതലേ ഗാഗുൽത്താ വരെ നടന്നു നീങ്ങിയ രക്തമണിഞ്ഞ ദൈവസ്നേഹത്തിന്റെ രക്ഷാകര പാദമുദ്രകളെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പാദമുദ്രകളാൽ വിശ്വാസത്തിന്റെ ജീവിതം ജീവിക്കുവാൻ, സാക്ഷ്യമായി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. നീ വരൂ, വരൂ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ. നീ വരൂ, വരൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, അന്ത്യത്താഴ വേളയിലെ എന്റെ ഇടനെഞ്ച് നുറുങ്ങി വേദനയോടുകൂടി അന്ത്യത്താഴ ബലിയർപ്പിച്ച നിമിഷങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, നിന്റെ ദൈവസ്നേഹം തിരിച്ചറിയുവാനുള്ള പ്രത്യേക അനുതാപ അഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ, ഞങ്ങളെ ഉയർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രുതികണേ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐസിയായുടെ തിരുവചനങ്ങള് 42-ാം അധ്യായം 16-ാമത്തെ വാക്യങ്ങളിലൂടെയാണ് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുന്നത്. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. അവിടെ മുമ്പിൽ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശത്തെ നിരപ്പാക്കുകയും ചെയ്യാം. പ്രൈസ് ലോർഡ്. അപ്പം ദൈവവചനത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ്. അപ്പം നമ്മുടെ ജീവിതം എങ്ങനെ ഗതി പിടിക്കുമെന്ന് നമുക്ക് ഒരു എത്തുപിടി ഉണ്ടാകത്തില്ല. ചില സമയത്ത് നമുക്ക് അതിൻ്റെ മുമ്പിലൊരു നമുക്കൊരു വഴിയില്ല. അതിനെ ഹൗ ടു ഡു ഇറ്റ് വി ഡോണ്ട് നോ, അറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഇവിടെ ഉണ്ടായത്, യൂട്യൂബിലുണ്ട് ആ സാക്ഷ്യം, നല്ല സാക്ഷ്യമാണ്. ഒരു ചേച്ചി, അവന് ആറ്റിറമ്പത്താണ് വീട് കൊണ്ട് വെച്ചിരിക്കണത്. ഇപ്പം നമ്മൾ പൊന്മാൻ ആറ്റിറമ്പിൽ മുട്ടയിടന്ന് കേട്ടിട്ടുണ്ടല്ലേ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒക്കെ പോവും. ഇതങ്ങനെയല്ല, CRZ പ്രോബ്ലമാണ്, CRZൻ്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റൽ റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ട് ഇവർക്ക് പഞ്ചായത്തിന് നമ്പർ കിട്ടത്തില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇവർ പല പ്രാവശ്യം 7-8 പ്രാവശ്യം പഞ്ചായത്ത് ചെല്ലും. അത് പറയും ഇത് CRZൻ്റെ പരിധി നിൽക്കുന്നതാണ്. അപ്പോൾ പുഴകളും ബാധകമാണ്, CRZൻ്റെ ഉള്ളിലുള്ളതാണ്. ഉപ്പുവെള്ളം എവിടം വരെ കയറുന്നു, അതാണ് അതിൻ്റെ നിയമം. ഉപ്പുവെള്ളം കടലിൽ നിന്ന് എവിടം വരെ കയറുന്നു, വേലിയേറ്റം എവിടം വരെ ഉണ്ടാകാൻ പോകുന്നു, അതെല്ലാം CRZൻ്റെ പരിധിയിലുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അതൊന്നും അറിയത്തില്ല. ഈ പുഴയിൽ ഉപ്പുവെള്ളം കയറുന്നുണ്ടോ, ഇവിടം വരെ കയറുന്നുണ്ടോ, എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അവർ വീട് വെച്ച് അവരുടെ സ്ഥലം അവർക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതാ പ്രശ്നം. അവർക്ക് സ്ഥലം അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവിടെ വീട് വെച്ചു. അപ്പോൾ CRZൻ്റെ പരിധിയിൽ നിന്ന് 1-2 മീറ്റർ അകത്ത് കയറിപ്പോയി. ഇപ്പം എന്നാ കുഴപ്പമായി, മൊത്തം കുഴപ്പമായി. എന്താ കുഴപ്പം? അവർക്ക് നമ്പർ കിട്ടണില്ല. അവർ പലരെയും വിളിച്ച് സംസാരിച്ചു, പക്ഷെ അങ്ങനെ സംസാരിച്ചാൽ തീരുന്ന വിഷയമില്ല. ഇത് ഇവിടുന്ന് ടേക്കപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു CRZ ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്. അവിടെ ചെന്നിട്ട് ചില ലൂപ്പ് ഹോൾസൊക്കെ ഉണ്ട് തരാൻ പറ്റുന്നത്. പക്ഷേ ഇവർക്ക് ആ ലൂപ്പ് ഹോൾ ഞാൻ നോക്കിയിട്ടില്ല ശരിക്കും. കാര്യം അതിൻ്റെ അപ്പുറത്തിപ്പുറത്തും വീടുണ്ടാകണം, അത് നേരത്തെ ഉള്ള വീടുകളായിരിക്കണം, അവർ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന സ്ഥലത്തിൻ്റെ ഇപ്പുറത്തായിരിക്കണം. അങ്ങനെ കുറേ റെഗുലേഷൻസ് അവരുടെയിലുണ്ട്. അതനുസരിച്ച് ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യും? വഴിയില്ലല്ലോ. അപ്പോൾ ഇതിനെല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇവർ, വഴിയുണ്ടോ, ഇതിന് വല്ല വഴിയും കിട്ടുമോ, ഇത് കിട്ടുമോ ഞങ്ങൾ. എന്താ വെച്ചാൽ നമ്പർ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് പറ്റും? ഇലക്ട്രിസിറ്റി കിട്ടത്തില്ല. ഇലക്ട്രിസിറ്റി കിട്ടിയില്ലെങ്കിൽ പിന്നെ വെള്ളം കിട്ടത്തില്ല. ജപ്പാൻ കുടി വെള്ളമോ ഒരു പരിപാടി അവിടെ നമ്പറില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ അതൊരു ബ്ലോക്കാണ് ശരിക്കും. പുതിയ വീടുമാണ്, വേറെ സ്ഥലവും ഇല്ല, ഉണ്ടായ കാശും പോയി. അപ്പോൾ ഇവരിങ്ങനെ വിഷമിച്ച് വഴിമുട്ടി ഇങ്ങനെ ഗതിമുട്ടി നിൽക്കും. അപ്പോൾ അവരുടനെ കൊണ്ടുവന്ന് എന്താ ചെയ്യണത്? അവർ ഉടമ്പടി ചെയ്യും. ഉടമ്പടിയുടെ ഒരു രീതി അതാണ്. ഉടമ്പടി ഹെവി ഡ്യൂട്ടി പ്രെയറാണെന്ന് ഞാൻ എപ്പോഴും പറയും. ഉടമ്പടി ഇന്ന് നിലവിൽ സഭയിൽ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഇറ്റ് ഈസ് എ പ്രൂവൺ ഫാക്റ്റ്. ഉടമ്പടിയുടെ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകും. അത് 1, 2 ഒന്നല്ല, ഒരു 6000-6500 സാക്ഷ്യങ്ങൾ ഓൾറെഡി അപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ 10,000 സാക്ഷ്യം അപ്പ് ചെയ്യാതെ ഇവിടെ കൃപാസനത്തിൽ ഇരിപ്പുണ്ട്. കാര്യം ഇത് സാധാരണഗതിയിൽ ഞങ്ങൾ ഒരു എ ക്ലാസ് സാക്ഷ്യങ്ങളാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. ബാക്കി കുറേ സാക്ഷ്യങ്ങളുണ്ടായി. ആൾക്കാർക്ക് കൊണ്ട് സമാധാനം പറയിപ്പിച്ചിട്ട് അവർക്ക് സമാധാനം കൂടുതൽ പറഞ്ഞു വിടും. പക്ഷെ അതൊന്നും അപ്പ് ചെയ്യത്തില്ല. കാര്യം ഉടമ്പടി അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി ഫീച്ചേഴ്സ് ഉണ്ടാകണം. അത് ടൈം ഷോർട്ട് ചെയ്യണം, സ്പേസ് ഷോർട്ട് ചെയ്യണം, പിന്നെ ഡോട്ട് ബൈ ബെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആകണം. കുറേ കാര്യങ്ങളുണ്ട്. ഉടമ്പടിയുടെ സാക്ഷ്യമാണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ കുറേ ഫീച്ചേഴ്സ്, ഉടമ്പടി ഫീച്ചേഴ്സുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കണം, ഇതുപോലെ നോട്ട് നോൺ ആയിരിക്കണം, എന്നുവെച്ചാൽ അജ്ഞാതമായിരിക്കണം. ഇതിൻ്റെ വഴികളൊന്നും അജ്ഞാതമായിരിക്കണം, ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള സാക്ഷ്യങ്ങളിൽ ഇപ്പോൾ ഈ ചേച്ചി വന്ന് ഉടമ്പടി ചെയ്ത്, ഇപ്പം നമ്മളെപ്പോഴും ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നീ ഒരു അവിശ്വാസി അല്ല എന്ന് ആദ്യം ദൈവതിരുസന്നിധിയിൽ പ്രഖ്യാപിക്കണം. നീ ക്രിസ്ത്യാനിയാകാം, പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന ഉണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തോട് ചോദിച്ചുകൊണ്ടാണ് പോണത്. പക്ഷേ ലിസ്റ്റിലില്ല നീ, അതാണ് ഒരു പ്രശ്നം. എല്ലാ ക്രിസ്ത്യാനിക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. അവർ ഞായറാഴ്ച പള്ളിയിൽ പോകും, പള്ളിയിൽ പോകും, അവർ കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും, കുടുംബ പ്രാർത്ഥന ചെല്ലും. പക്ഷേ വിശ്വാസികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിൻ്റെ പേര് ഉണ്ടാകത്തില്ല. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? വിശ്വാസികളുടെ ലിസ്റ്റിലില്ല. കാര്യം വിശ്വാസികളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫഡായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലിസ്റ്റിലില്ല. അത് ഭയങ്കര സങ്കടകരമായ പ്രശ്നമാണ് അല്ലേ? നമ്മൾ ശരിക്കും പഠിക്കും അല്ലേ, നന്നായിട്ട് പരീക്ഷ എഴുതും, പക്ഷേ റിസൾട്ട് വരുമ്പോൾ ആ ലിസ്റ്റിലില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം നമ്മൾ വി വിൽ ഗെറ്റ് ബോയിലിംഗ് ഇൻസൈഡ്, നമ്മളിങ്ങനെ തിളച്ച് മറിയും. അതെന്താ പ്രശ്നം വെച്ചാൽ ലിസ്റ്റില്ലാത്തതിന് കാരണമാണ്. ഇപ്പോൾ അതറിയണമെങ്കിൽ ചില സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ നമ്മുടെ റേറ്റിംഗ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ പേര് തോമസ് ആണ് അല്ലേ, അറിയാം. എന്തെങ്കിലും ക്രിസ്ത്യൻ ക്ലാസിക്കൽ നെയിം തന്നെ ഇടുന്നവരുണ്ട്. ഇപ്പോഴും ക്രിസ്ത്യൻ ക്ലാസിക്കൽ നെയിം തന്നെ ഇടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പോകുന്നവരൊക്കെയാണ്, കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ലിസ്റ്റിലുണ്ടാകത്തില്ല. അതെന്താ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റ് വിശ്വാസികളുടെ ലിസ്റ്റിൽ ഇല്ലെന്ന് തന്നെയല്ല പ്രശ്നം, അവിശ്വാസികളുടെ ലിസ്റ്റ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് നമ്മൾ ഞെട്ടണത്. നമ്മൾ നിന്നോളം പറഞ്ഞു പോകും. കാര്യം വിശ്വാസികളുടെ ലിസ്റ്റിലായി ഇല്ല, അവിശ്വാസികളുടെ ലിസ്റ്റിൽ നിന്നല്ല വെട്ടിപ്പും മേനയുമായിട്ട് കിടപ്പുണ്ട് അവിടെ പേര് അവിശ്വാസിയായിട്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ നമ്മൾ ബോധ മനസ്സ് ദൈവത്തെ വിശ്വസിക്കും, പക്ഷേ അബോധ മനസ്സ് ദൈവത്തെ വിശ്വസിക്കത്തില്ല. ഇതൊരു ആത്മീയ അപകടമാണ്. എന്താണ് അതായത് നമ്മൾ ഈ നോൻപ് കാലത്ത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണത് നല്ലതാണ്. എന്നാലേ ബോധ മനസ്സ് ദൈവത്തെ വിശ്വസിക്കും, ഇറ്റ്സ് ഓക്കെ. പക്ഷേ അബോധ മനസ്സ് ദൈവത്തെ വിശ്വസിക്കണില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചേച്ചിയുടെ കാര്യം തന്നെ എടുക്കാം. ചേച്ചി ഇവിടെ 7 പ്രാവശ്യം അവർ പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ നിന്നല്ല, ട്രിവാൻഡ്രം പോലും കിട്ടത്തില്ലെന്ന് സെക്രട്ടറി കട്ടൻഡൻ്റായിട്ട് പറഞ്ഞു. ഇത് പെട്ടത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോഴവരൊന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യണമല്ല പ്രശ്നം, ചെയ്യണോടുകൂടി ചിലപ്പോൾ നിൻ്റെ ഇത്രയും നാളുള്ള മാർക്കെല്ലാം നെഗറ്റീവ് മാർക്കായി പോകും. ഉടമ്പടി ചെയ്യുമ്പോഴുള്ള സൂക്ഷിച്ച് ചെയ്യാൻ പോണ ഒരു വിഷയമാണ്, പലർക്കും പറ്റാതുണ്ട്. അത്രയും നാൾ നീ ഇട്ടിരിക്കുന്ന ഒരു മാർക്കുണ്ടല്ലോ, ആ മാർക്ക് ചിലപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ കുറഞ്ഞു പോകും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ 6 കാര്യം നമുക്ക് വെക്കാമല്ലോ. 6 കൽഭരണി അനുസരിച്ചാണ് 6 കാര്യങ്ങൾ.
കാനായിലെ കല്യാണ കുടുംബത്തിൽ സംഭവിച്ച ദൈവിക ഇടപെടലിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്താ പ്രശ്നം, ഈ ചേച്ചി ആ കാര്യത്തിൽ കുറച്ചുകൂടി ജ്ഞാനവരമുള്ള ചേച്ചിയാണ്. ജ്ഞാനവരം എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസിയായാലും അതൊരു ശരിക്കും ഒരു കിൻഡർ ഗാർട്ടൻ ABCD ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രൈമറി ലെവലിലുള്ള പവറാണ് നമുക്ക് വിശ്വാസിയാകുമ്പോൾ കിട്ടണത്. പക്ഷേ ഇതിനകത്ത് എക്സ്ട്രാ വിശ്വാസം ജീവിക്കണമെന്നുണ്ടെങ്കിലും വിശ്വാസം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ജ്ഞാനവരം വേണം. ജ്ഞാനവരം എന്ന് പറയണത് ഈ സിംഗിൾ ഇൻസിഡൻറ്റിനെ കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അത് നമുക്കറിയാൻ പാടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനും അറിയാം. പരിശുദ്ധാത്മാവ് നമുക്ക് ലിങ്ക് ചെയ്ത് തരണം, ദൈവം ഇങ്ങനെ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾക്കത്. ഇപ്പോൾ ഈ ചേച്ചി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ ഉടമ്പടിയിൽ ആദ്യം തന്നെ വന്ന് വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് ആദ്യം തന്നെ ഇതെഴുതി. ഫസ്റ്റ് ടൈം എനിക്ക് നമ്പർ കിട്ടണില്ല, CRZ ഉള്ളിലാണ് എൻ്റെ വീട് നിൽക്കണത്, എനിക്ക് നമ്പർ മാതാവ് വാങ്ങിച്ചു തരണം, അതാണ് സംഭവം. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് 2 or 3 ആയിട്ട് എഴുതേണ്ട ചില വേറെ ആൾക്കാർ വരുവാണെങ്കിൽ അവർ 2 or 3 പ്രാവശ്യം സെക്ഷനിൽ ഇത് എതിർത്തുള്ളൂ. എന്താ കാര്യം, ഇത് കിട്ടാൻ സാധ്യതയില്ല. കിട്ടാൻ സാധ്യത കാര്യമില്ല. പിന്നെ നമ്മൾ ഉടമ്പടി എടുത്തത് കിട്ടിയില്ലെന്ന് വരുമല്ല, മാതാവിന് എന്തിനാണ് പണിയുണ്ടാക്കണം വിചാരിച്ചുകൊണ്ട് നീ പമ്മിയിട്ട് സാധനം വെക്കും. അവിടെയാണ് നമ്മളെ ഇത് ഏത് പൊസിഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഭർത്താവിന് ക്യാൻസറാണ് എന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് 4th സ്റ്റേജാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അവരുടെ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമാണ്, 5 മാസമാണ്. അപ്പോൾ 3 സ്കാനിങ് കഴിഞ്ഞപ്പോഴും 3 സ്ഥലത്തു നിന്ന് കിട്ടിയ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോഴും കുട്ടിയെ ടെർമിനേറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു. പക്ഷെ അവർ 5 മാസം ഇങ്ങനെ ചുവന്നു നടക്കുമ്പോൾ കൊച്ചുമായിട്ട് അവർക്ക് അമ്മയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി, ഭയങ്കര ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻ്റായി. അപ്പോൾ അവർ കുട്ടി എന്ത് ഡൗൺ സിൻഡ്രോം ആണെങ്കിലും എപ്പിലെപ്സി ആണെന്ന് പറഞ്ഞാലും അവർ കുട്ടിയെ കൊല്ലാൻ തയ്യാറല്ല. അവർ പറയണത് കർത്താവ് എനിക്ക് കൊച്ചിനെ തരും, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ നിന്ന് കൊച്ചിനെ വാങ്ങിക്കുമെന്ന് പറയും. അത് അവരുടെ ഒരു നിലപാടാണ്. അവർ വിശ്വാസിയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം അവർ വിശ്വസിക്കുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു കരുണ, ദൈവത്തിന് ഒന്നും അസാധ്യമില്ലല്ലോ. ഇപ്പം അമ്മ മാതാവിൻ്റെ അടുത്ത് അമ്മ മാതാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദ്യം എന്ന് പറയണത്? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കും. അപ്പോഴേ അമ്മ മാതാവ് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഇതുപോലൊരു ദുർഘടഘട്ടം വരുമ്പോൾ നമ്മൾ ചോദിക്കും ദൈവത്തോട്, ഇതെങ്ങനെ സംഭവിക്കും ചോദിക്കുമ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം കട്ടൻ്റെയായിട്ട് ക്ലിയർ കട്ട് മറുപടിയുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിനതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുക. അതൊരു പ്രൊവിഷനാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൻ്റെ ഒരു വാതിലാണത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ ഒരു വിഷയത്തിനും ഇവിടെ പരിഹാരമില്ലാത്ത ഒരു വിഷയവുമില്ല. അതാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾക്കെല്ലാം പരശതം കോടി ജനങ്ങൾക്ക് വേണ്ടി അമ്മ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴതിന് മറുപടി എന്താ പറയണത്? മറുപടിയുണ്ട്. അത് കാത്തിരുന്ന് കാണുക അങ്ങനെയൊന്നുമല്ല പറയണത്. അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഉത്തരം ദൈവത്തിനില്ല. ദൈവം പറയണത് ഇതെങ്ങനെ സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും, എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പിന്നെ എന്താ പറയണത്? അത്യുന്നതൻ്റെ ശക്തി. ഇപ്പം മനുഷ്യൻ്റെ ശക്തിയല്ല അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. പിന്നെ എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പോൾ ഇത് പറഞ്ഞോടുകൂടി അമ്മയ്ക്ക് ക്ലാരിഫിക്കേഷനായി, പെട്ടെന്ന് ക്ലിയർ ആയിട്ടുള്ള മറുപടിയായി. എന്താ പ്രശ്നം വെച്ചാൽ അമ്മ സമയമെടുക്കാതെ, അവിടെയാണ് പ്രശ്നം. പ്രത്യുത്തരത്തിന് സമയമെടുക്കുന്നതാണ് പ്രോബ്ലം. ഒരു വിശ്വാസിയാണോ അവിശ്വാസിയാണോ അല്പവിശ്വാസിയാണോ എന്നൊക്കെ അറിയണത് എന്തുമാത്രം ടൈം നീ എടുത്തു എന്നുള്ളതാണ്. ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസിക്കാൻ എന്തുമാത്രം സമയമെടുത്തു. അമ്മ നോ ടൈം എടുത്തു. വിത്തിൻ നോ ടൈം അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. പ്രൈസ് ദി ലോർഡ്. ആ ടൈം അവിടെയാണ് വിഷയം വേണ്ടത്. എന്ത് പറഞ്ഞു എന്നല്ല പറയണത്, എപ്പോൾ പറഞ്ഞു, അതാണ് വിഷയം. അതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. വിശ്വാസികളാണെങ്കിൽ ഇത് നമുക്കറിയാമല്ലോ, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയണത്
ഒരു ഇൻ്റലക്ച്വൽ വർക്കാണത്. അല്ല ഇമോഷണലായിട്ടുള്ള ഒരു കസ്തറക്കം മെസ്തറക്കം എന്നൊക്കെ പറഞ്ഞ് പക്ഷവരെയും പ്രാർത്ഥിച്ചാൽ വളഞ്ഞു കുത്തി ട്രാൻസ് അടിച്ച് നിൽക്കുന്ന പരിപാടിയൊന്നുമല്ല. ക്രിസ്ത്യൻ ലൈഫ്, ദൈവത്തോടുകൂടിയുള്ള ലൈഫ് എന്ന് പറയുന്നത് അത് ഇൻ്റലക്ച്വൽ ലൈഫാണ്. വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ മൂവ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം വിതിൻ നോ ടൈം അമ്മ പറഞ്ഞു, എന്ത് പറഞ്ഞു? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. പെട്ടെന്നാണ് പറഞ്ഞത്. അത് അടുത്ത ആഴ്ച പറഞ്ഞിരുന്നെങ്കിൽ പണി കിട്ടിപ്പോയേനും, 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ പണി കിട്ടിപ്പോയേനും. എൻ്റെ മക്കളെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞേക്കണം ദൈവത്തിൻ്റെ കാര്യം. പെട്ടെന്ന് പറയണത് സമയം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഓർത്തും ഉണ്ടും ഉറങ്ങി എഴുന്നേറ്റും ഒക്കെ 2 കോട്ട് ബാഗ് ഇട്ടിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാമെന്നൊക്കെ പറഞ്ഞാൽ തീർന്ന്. ടൈമാണ് വിശ്വാസത്തിൻ്റെ വിഷയം. ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ടൈം ഈസ് ഫെയ്ത്ത്. ടൈം ഈസ് മണി എന്ന് പറയത്തില്ലേ ബിസിനസ്സുകാർ, അതുപോലെ തന്നെയാണ് വിഷയം. ടൈം ഈസ് ഫെയ്ത്ത്. പെട്ടെന്ന് പറയണം. അതായത് ഹൂം ഡു യു സേ ദറ്റ് ഐ ആം എന്ന് ചോദിക്കണില്ലേ? അത് ചോദിക്കണം. ഈശോ ചോദിക്കും അല്ലേ? ഈശോ ചോദിക്കണം, എന്താ ചോദിക്കണത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്ത് പറ്റിയത്? പറഞ്ഞേനെ. പൗലോസ്, അവിടെ പത്രോസ്, അവിടെ അന്ത്രയോസുണ്ട്, ഫിലിപ്പുണ്ട്, എല്ലാ യാക്കോബ് അണ്ണന്മാരെല്ലാം ഉണ്ട് അവിടെ. പക്ഷേ ഇവർ പറയാൻ ടൈം എടുത്തു. അപ്പോൾ പത്രോസ് പെട്ടെന്ന് കയറി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവർ പറയുന്നുമ്പോൾ പത്രോസ് അവരൊക്കെ പറയുമായിരുന്നു കൃത്യമായിട്ട്, പക്ഷേ അവർക്ക് ഒരാഴ്ച വേണ്ടി വരും, അത്രേ ഉള്ളൂ. അവരെൻ്റെ തിയോളജിയൊക്കെ പഠിച്ച് നാട്ടുകാരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് ഈശോ എങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈശോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ മറുപടി പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അന്ത്രയോസൊക്കെ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. ഡിസ്കഷൻ എന്ന് വെച്ചാൽ ടൈം എടുത്തു. പത്രോസിന് ടൈം എടുക്കണില്ല. ടൈം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വിഷയമാണെങ്കിൽ അവർ ടൈം എടുക്കും, വിശ്വസിക്കാൻ ടൈം എടുക്കും. ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ റെഡിമെയ്ഡ് ആയത് കാരണം ടൈം എടുക്കത്തില്ല. പത്രോസ് പറഞ്ഞു, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണ്. പിന്നെ എങ്ങനെ? ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ ടൈമൊന്നും എടുത്തില്ല, പെട്ടെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇത് മാനുഷികമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ല നടന്നിരിക്കുന്നത്. എൻ്റെ പിതാവാണ് നിനക്കിത്. 16 മത്തായിയുടെ സുവിശേഷം ഇല്ലേ? ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. 18ാമത്തെ വചനം വായിച്ചോളൂ. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ. പത്രോസിന് ദൈവം ഒരു പണിക്ക് എടുത്തിരിക്കുകയാണ്. വേറെ ഇപ്പം മറ്റേ പണിക്കാരൊക്കെ എല്ലാം ആ കല്ലെല്ലാം ഉപേക്ഷിച്ചു. ഇവിടെയാണ് വിഷയം വരുന്നത്. ദൈവം പറഞ്ഞത് നീ ഒരു ഉറച്ച പാറയാണ്. ഉടനെ ദൈവം അവനെ എടുത്തു. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് നമ്മളെടുക്കുന്ന സമയം, അമ്മ സമയം എടുത്തിട്ടില്ല, പത്രോസ് സമയം എടുക്കണില്ല. ഫെയ്ത്ത് ഈസ് എന്ന് പറയുന്നത് ടൈമാണ്. അതായത് നമ്മൾ ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ തന്നെ ടൈം ഈസ് ഫെയ്ത്ത്. വിശ്വാസത്തിന് നമ്മൾ സമയമെടുക്കരുത്, പെട്ടെന്ന് പ്രഖ്യാപിക്കണം. എല്ലാ വിഷയവും അങ്ങനെയാണ്. അല്ലെങ്കിൽ ആലോചിച്ച് മറ്റവരോട് ചോദിച്ചു, അങ്കിളിനോട് ചോദിച്ചു, മറ്റവരോട് അയൽവാസിയോട് ചോദിച്ചു. ഇങ്ങനെ ഓരോ ദൈവികമായ തീരുമാനങ്ങൾക്ക് ചുറ്റും നടന്ന് നാട് മുഴുവൻ ചോദിച്ചു വരുമ്പോൾ തന്നെ സംഭവം കുളവാകും. പിന്നെ കാര്യമില്ല, ആ സാധനം ആറിപ്പോയി. അതായത് നീ സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിലെ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനത്തിന് നീ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ 5 മാസം പ്രായമുണ്ട്, ഡോക്ടർ പറഞ്ഞ് കളയണമെന്ന് പറഞ്ഞില്ലേ, 3 ഡോക്ടർമാരോട് പറഞ്ഞ് കളയണമെന്ന്. പക്ഷെ അവർ റെഡിയല്ല. അവരൊറ്റ പറഞ്ഞാൽ ഞാൻ അമ്മയോട് ഈ കുട്ടിയെ വാങ്ങിക്കും. പിന്നെ അമ്മ എന്ത് വിചാരിച്ചാൽ അമ്മ പൂർണ്ണ ആരോഗ്യത്തിൽ തന്നാൽ അത്രയും നല്ലത്. അല്ല പിന്നെ അമ്മ എന്താ വിചാരിക്കണം അത്. പക്ഷെ തീരുമാനം പെട്ടെന്നാണത്. അവളുടെ തീരുമാനം പെട്ടെന്നാണ്. ആ കുട്ടി ജനിക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. നല്ല സുന്ദരം കുട്ടി. സ്കാനിങ്ങിൽ എന്തെല്ലാം പ്രശ്നം കണ്ട വെച്ചാണത്. പക്ഷേ ദൈവം ഈ ഗർഭപാത്രത്തിൽ ദൈവത്തിന് സമയമുണ്ടല്ലോ, ആ സമയത്തിനുള്ളിൽ ഇവിടെ വിശ്വാസം പ്രഖ്യാപിച്ചൊരു കൊച്ചിനെ കൺവേർട്ട് ചെയ്യും.
എന്താണ് വൈകല്യങ്ങളിൽ നിന്ന് വൈകല്യമില്ലായ്മയിലേക്ക് കൊച്ചിനെ കൺവേർട്ട് ചെയ്യും. ഇത് ഒരു സീരിയസ് വിഷയമാണ്. നിങ്ങളൊന്ന് സീരിയസിൽ കൈവച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, സമയമെടുക്കാതെ ഉടനെ വിശ്വാസം പ്രഖ്യാപിക്കാൻ പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധ പത്രോസിനെ പോലെ എനിക്ക് അഭിഷേകം നൽകണമേ. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം വെച്ച് വരുന്നത് 17 വായിച്ച 16-17 മത്തായി ശ്രീഹാസുവിശേഷം 16-17 യേശു അവനോട് അരുളിച്ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനേ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതായത് ഇവിടെ വരുന്ന വിഷയം, ഒരു വിശ്വാസിയാണെങ്കിൽ ദേവപിതാവിൻ്റെ ഇടപെടലുകൾ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. അതിന് ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് ആയിരിക്കും ചിലപ്പോൾ. പണ്ട് പോലെ ഇങ്ങനെ ചില പാരമ്പര്യ ട്രഡീഷണൽ വിശ്വാസിയായിട്ട് ഈ നമുക്ക് എപ്പോഴും പ്രശ്നം ട്രഡീഷണൽ വിശ്വാസിയാണ് എന്ന് പറഞ്ഞാലും ഈ വിശ്വാസമൊക്കെ നമ്മുടെ പേരിലാകണ്ടേ. അപ്പൻ്റെ പേരിലാണ് പ്രമാണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കതുകൊണ്ട് ലോണ് പോലും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. കാര്യം എന്താണ്? അതെല്ലാം നമ്മുടെ പേരിൽ പോക്കുവരവ് ചെയ്ത് ടാക്സ് റെസിപ്റ്റ് മേടിക്കണം. അപ്പോഴാണ് വിശ്വാസം നമ്മുടെ പേരിലാകണത്. അപ്പൻ്റെ പേരിലേ നമുക്ക് വിശ്വാസം കിട്ടിയിരിക്കണം അല്ലേ? അപ്പനും അമ്മയൊക്കെ അല്ലേ നമുക്ക് വിശ്വാസം തന്നിരിക്കണത്. അത് നമ്മൾ കുറേ നാൾ കഴിഞ്ഞാൽ ഇപ്പോഴും അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസം തന്നത് കൊണ്ട് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, നമ്മുടേതായിട്ടുള്ള ഇട്ടുകൂട്ടി വിശ്വാസത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് പണിയായിരിക്കും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അപകടം, വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ അപകടം എന്താണ്? ഒന്നാമത്തെ അപകടം എന്താ പറഞ്ഞത്? ടൈം എടുക്കണത് അല്ലേ? എത്രയും വേഗം വിശ്വാസം പ്രഖ്യാപിക്കാൻ കഴിയണം. അമ്മ അങ്ങനെയാണ് പറഞ്ഞത്. എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ 37-36 ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒറ്റ ഉത്തരവാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഉടനെ അമ്മ പറയണത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ലൂക്ക 1:38 അതിൽ നിസ്സാര കാര്യമല്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോഴേ അതിനകത്ത് കുറേ കണ്ടൻസ് ഉണ്ട്. ദൈവം അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്കുള്ള കുറേ ആത്മീയ മുദ്രകളുണ്ട്. അതെല്ലാം കൂടിയാണ് ഒറ്റ പ്രൊക്ലമേഷനിലാണ്. എന്താണ്? വിശ്വാസം ഉണ്ട് അതിൻ്റെ അകത്ത്, പ്രത്യാശ ഉണ്ട് അതിൽ, ദൈവസ്നേഹം ഉണ്ട് അതിൽ. ഇത് മൂന്നും കൂടിയിട്ടാണ് അതിനൊരു പേരിട്ടിരിക്കുന്നത്. എന്താണ്? സമർപ്പണം, വിശ്വാസം, പ്രത്യാശ. അതുകൊണ്ടാണ് അമ്മ പറയണത് എന്താണ്? അപ്പ ഞാനിത് വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, എല്ലാം ഔട്ട് ഓഫ് ലവ്. അതാണ് പ്രശ്നം. നമ്മൾ വിശ്വസിക്കുക. അമ്മയെ മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് അമ്മയുടെ വിശ്വാസം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ അമ്മയ്ക്കത് മനസ്സിലാവത്തില്ല. ഇറ്റ് ഈസ് നോട്ട് റീസണബിൾ. പക്ഷേ റീസണബിൾ അല്ലെങ്കിലും അമ്മ പറയും, അപ്പ ഇത് ഞാൻ വിശ്വസിക്കുന്നു, പിന്നെ എന്താണ്? ഇത് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യണത് നിന്നോടുള്ള സ്നേഹത്താലാണ്. അപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹമായില്ലേ? ഇതെല്ലാം കൂടി ഒറ്റ വാക്കാണ് അമ്മ പറയണത്, ദാസി, സമർപ്പണം. പ്രാർത്ഥിക്കുക, കർത്താവേ അമ്മയെപ്പോലെ എനിക്ക് സമർപ്പണത്തിന്റെ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും നിറഞ്ഞ സമർപ്പണത്തിന്റെ വരമായി എന്നെ അഭിഷേകം ചെയ്യണമേ. കാരുണ്യമേ, സ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇപ്പോൾ വിശ്വാസമായാലും ശ്രദ്ധിക്കുക, വിശ്വാസമായാലും
പ്രത്യാശ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് വിത്തിൻ നോ ടൈം വിശ്വാസം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സബ്ജക്റ്റ്. ആ പ്രഖ്യാപിക്കുന്ന സബ്ജക്റ്റിൽ അമ്മ സമയമെടുത്തില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അമ്മ ദാസി എന്ന് പറഞ്ഞതാണ് ലുക്ക 1:38. അപ്പോൾ ദാസി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് എന്തൊക്കെ ഉണ്ട്? ഓൾറെഡി വിശ്വാസമുണ്ട്, പിന്നെന്താണ്? പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടിയാണ് സമർപ്പണം എന്നുള്ള ഒറ്റ വാക്കിൽ അമ്മ പറഞ്ഞത്. അതോടുകൂടി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്കും ആകാം. നമ്മൾക്കാകണം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാമല്ലോ, ആധ്യാത്മികതയിലെ ആദ്യ അക്ഷരങ്ങളെന്ന് പറയുന്നത് ആഗ്രഹമാണ്. ആഗ്രഹം ഉണ്ടാകണം. എന്തിനാണ്? എനിക്കും ഒരു ആഗ്രഹം ഉണ്ടാകണം. എങ്ങനെ ആഗ്രഹം ഉണ്ടാകണം? ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഞാൻ കൈ ഉയർത്തുമ്പോൾ കടൽ ശാന്തമാകണമെന്ന്. എൻ്റെ ആഗ്രഹമാണത്. അച്ഛനാകണ കാലത്ത് കടൽ കാണുമ്പോൾ ഞാൻ അത് കാരണം എപ്പോഴും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ പോയി കൈ ഉയർത്തി പ്രാർത്ഥിക്കും. കാര്യം എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ കടൽ കർത്താവ് എൻ്റെ വാക്ക് കേട്ട് താഴ്ത്തും. അങ്ങനെ കുറേ അനുഭവം എൻ്റെ തെദ്യവും എൻ്റെ ആത്മകഥയിലുണ്ട്. അതെന്ത് ആഗ്രഹമാണത് എന്ന് വെച്ചാൽ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ, കർത്താവിന് നമ്മൾ നമുക്കുണ്ടാകുന്ന ആഗ്രഹം ഉണ്ടാകണം. നിങ്ങളെ ആധ്യാത്മിക വളരണമെന്നുണ്ടെങ്കിൽ വിതിൻ നോ ടൈം ഫെയ്ത്ത് ആണ് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ഇമ്മീഡിയറ്റ് ഫെയ്ത്ത് എന്ന് പറയും. ഇമ്മീഡിയറ്റ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കഷൻ ഇല്ലാത്ത, ആലോചന, മറ്റുള്ളവരുമായിട്ട് ചർച്ചയില്ലാത്ത വിശ്വാസം. അതങ്ങനെയാകാവോ, ഇങ്ങനെയാകാവോ, അത് ശരിയാകുമോ, അതിങ്ങനെ വരുമ്പോൾ അങ്ങനെ ശരിയാകുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കത്തില്ലേ? അവിടെ വരുമ്പോൾ റീസൺ നമ്മൾ ആവശ്യമില്ലാതെ യുക്തിയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ യുക്തി അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, ചില ആൾക്കാർ പറയും യുക്തിയിൽ നാം വിശ്വാസത്തിലേക്ക് പോകണത്, യുക്തിയില്ലാത്ത വിശ്വാസം ആനയെ കൂനിയെന്നൊക്കെ പറയെങ്കിലും റീസൺ ഓവറായിട്ട് റീസൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വിശ്വാസത്തിൽ പാലിൽ വെള്ളം ചേർന്ന പോലെ വിശ്വാസത്തിൻ്റെ പുള്ളിങ് പവർ, കമാൻഡിങ് പവർ കുറഞ്ഞു വരും. കാര്യം അതെന്താണ്? അതിൽ യുക്തിയല്ലേ ഉള്ളത്. വിശ്വാസത്തിൽ വേണ്ടത് എന്താണ്? സ്നേഹമാണ് വേണ്ടത്. വിശ്വാസത്തിൽ വേണ്ട യുക്തിയല്ല വേണ്ടത്. വിശ്വാസത്തിൽ വേണ്ടത് സ്നേഹമാണ്. അമ്മയ്ക്കുണ്ടായിരുന്നത് എന്താണ്? സ്നേഹമാണ്. വിശ്വാസത്തിൽ വേണ്ടത് എന്താണ്? സമർപ്പണമാണ്. വിശ്വാസത്തിൽ വേണ്ടത് എന്താണ്? പ്രത്യാശയാണ്. ഈ സമർപ്പണത്തിന് വേണ്ടത് ഇതെല്ലാം വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവുമാണ് വേണ്ടത്, യുക്തിയേക്കാൾ ഉപരി. അപ്പോൾ ആദ്യം വിശ്വാസത്തിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വിത്തിൻ നോ ടൈം ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം അതാണ്. ഉടമ്പടി ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ഒത്തിരിയേറെ എക്സർസൈസാണുള്ളത്. ചില ആൾക്കാർ അത് താത്വികമായിട്ട് ചെയ്യും, ചില ആൾക്കാർ ഭയങ്കര ഇൻറ്റിമസിയായിട്ട് ചെയ്യും. തിയറട്ടിക്കലായിട്ട് അങ്ങനെ ചെയ്യാവേ. ഉടമ്പടി ചില ഇപ്പം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, ഓക്കെ ചെയ്യാമല്ലോ, അതിനെന്താ കുഴപ്പം? ചില ആൾക്കാർ ഒരു കെട്ട് പത്തതിന് 2 കെട്ട് ഇങ്ങനെ എടുക്കാൻ പറയും. എടുത്തിട്ട് അവർ കൊണ്ടുപോയി ഇങ്ങനെ നോട്ടീസ് വിതരണം പോലെ വിതരണം ചെയ്ത് ദാറ്റ്സ് ഒക്കെ ക്ലിയർ ഓവറെന്ന് പറയും. അത് നമ്മൾ ടെക്നിക്കലായിട്ട് ചെയ്യണതാണ്. ചില ആൾക്കാർ പത്രമൊക്കെ വാങ്ങിച്ച് കയ്യിലെടുത്ത്, കർത്താവേ ഇത് കിട്ടുന്ന ആൾ നിന്നെ അറിയാൻ ഇടയാക്കണേ എന്ന് മനസ്സിരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഇത് ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് ഈ പത്രത്തെ തൊടുമ്പോൾ തന്നെ ഒന്ന് ഫീൽ ചെയ്യണേ ഈശോയെ, നിന്നെ തിരക്കി നടക്കാൻ ഇടയാകണേ കർത്താവേ എന്നൊക്കെ പറഞ്ഞ്, അത് ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനമാണ്. അതാണ് വിഷയം. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം ഇതൊക്കെ അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞ പോലെ പിതാവിൻ്റെ ഒരു ടച്ച് വേണം. പിതാവിൻ്റെ ഒരു ടച്ച് വേണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ആധ്യാത്മിക ഉയർച്ചയ്ക്കായി ആവശ്യമായ ഉൾക്കാഴ്ചകള് നൽകുന്നതിന് പിതാവിന്റെ ഇടപെടലുണ്ടാകാൻ എന്നെ തിരഞ്ഞെടുക്കണമേ, എന്നെ ഏറ്റെടുക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി
ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഒരു വാക്കരുളിയാലും ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഈശോ നീ വന്നാലുമെൻ ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദ ടച്ച് ഓഫ് ദി ഫാദർ. ഇപ്പം ടൈം പ്രിസൈസ് ചെയ്യണതും ടൈം ഷോർട്ട് ചെയ്യണതും അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ടച്ച് ഓഫ് ദി ഫാദർ. അതായത് ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് പിതാവിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കും. നമുക്ക് ഒരു ടൈം കഴിയുമ്പോൾ അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൊണോളജിക്കൽ, എപ്പോഴും ഞാൻ പറയണം, നമ്മുടെ ക്രൊണോളജിക്കൽ ഏജും ഫെയ്ത്ത് ഏജും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവരുത്. ഇപ്പം നിനക്ക് 40 വയസ്സുണ്ട്, അപ്പോൾ യു മസ്റ്റ് ഹാവ് 40 years ഫെയ്ത്ത്. 40 വയസ്സ് നിനക്കുണ്ടെങ്കിൽ 40 വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകണം. പക്ഷേ ചില ആൾക്കാർ 4 വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അവിടെയാണ് നമുക്ക് ഈ വണ്ടിക്ക് പിറകിൽ കാളയെ കെട്ടണം എന്ന് പറഞ്ഞില്ലേ, കാളയെ കെട്ടേണ്ട എപ്പോഴും എവിടെയാണ്? വണ്ടിക്ക് മുന്നിലാണ്. അല്ലെങ്കിൽ എന്നാലല്ലേ വണ്ടി വലിക്കത്തുള്ളൂ. ഫെയ്ത്ത് നമ്മളെയും വലിച്ചുകൊണ്ട് പോകണം, നമ്മുടെ മുന്നിലായിരിക്കണം. യു ഗോട്ട് ദ പോയിൻറ്റ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ക്രൊണോളജിക്കൽ, നമ്മുടെ ഫെയ്ത്ത് ഇയർ നമ്മുടെ ക്രൊണോളജിക്കൽ ഇയറിനേക്കാളും കൂടുതലായി. ഇപ്പം നിനക്ക് 40 വയസ്സുണ്ട്, അപ്പം നിൻ്റെ ഫെയ്ത്തിന് 45 വയസ്സുണ്ടാകണം. യു ഗോട്ട് ദ പോയിൻറ്റ്. അതാണ് വണ്ടിക്ക് മുന്നിലാണ് കാളയെ കെട്ടേണ്ടത്. നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലായിരിക്കണം. ജീവിതത്തിന് പുൾ ഔട്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അമ്മ പറഞ്ഞ പോലെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ വിശ്വാസമൊക്കെ അമ്മയുടെ 10 ഇരട്ടി മുകളിൽ നിൽക്കുന്നതാണ്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതൊരു അഭിഷേകം എപ്പോഴും ടച്ച് ഓഫ് ദി ഫാദർ. അമ്മയുടെ വിശ്വാസത്തിലുണ്ട് ഈ ടച്ച് ഓഫ് ദി ഫാദർ, പിതാവിൻ്റെ ഒരു തുടൽ. ഇത് തന്നെയാണ് പത്രോസിൻ്റെ കാര്യം. അങ്ങനെയാണ് ടച്ച് ഓഫ് ദി ഫാദർ. ഫാദറിനെ അങ്ങ് നമ്മളെ പിടിക്കണം. അതൊരു സീരിയസ് വിഷയമാണ്. ഫാദറിനെ പിടിക്കണമെങ്കിൽ നമുക്ക് പുത്രനെ പിടിക്കണം. അതിൻ്റെ ഒരു ഇൻ്റർലിങ്കിങ് അങ്ങനെ പോണത്. ഫാദറിന് നമ്മളെ പിടിക്കണം വെച്ചാൽ പിതാവായ ദൈവത്തിന് നമ്മളെ കൊള്ളാവുന്ന ആളായിട്ട് കാണണം. അതാണ് പത്രോസിനോട് പറയണത്. ഇത് മാംസരക്തങ്ങളല്ല എന്ന് പറയണില്ലേ? 16 എന്താ പറയണത്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ടച്ച് ഓഫ് ദി ഫാദർ എപ്പോഴും വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാര്യം അമ്മയുടെ വിശ്വാസത്തിൽ ഈ ടച്ച് ഓഫ് ദി ഫാദർ ഉണ്ട്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ മറുപടി എന്താ പറയണത്? അത്യുന്നതൻ എന്ന് പറഞ്ഞത് ആരാണ്? പിതാവായ ദൈവമാണ്. ടച്ച് ഓഫ് ദി ഫാദറാണത്. അത്യുന്നൊരു ശക്തി നിന്നിൽ പ്രവർത്തിക്കും. പിതാവിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും എന്ന് പറയണം. പിതാവിൻ്റെ പേര് കേട്ടോടുകൂടി മാതാവ് പിന്നെ ഒന്നും നോക്കിയില്ല. വന്നു കുരിശെങ്കിൽ കുരിശ്, മുൾക്കിടെങ്കിൽ മുൾക്കിടം, ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് അപ്പായാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വിശ്വാസം പ്രഖ്യാപിച്ച് പറയും. വന്നടുത്ത് വെച്ച് അപ്പ കണ്ടോളൂ എന്ന് പറയും. അതാണ് സംഭവം. ഇതാണ്
അമ്മ പറഞ്ഞതാണ്, അതായത് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. അതായത് വിശ്വാസം അതായത് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റീവായി മാറണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ടച്ച് ഓഫ് ദി ഫാദർ വേണം. പിതാവിൻ്റെ നിങ്ങൾ ഇന്നും പോയി ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ എൻ്റെ വിശ്വാസത്തിലെ പിതാവിൻ്റെ സാന്നിധ്യം എനിക്ക് വ്യക്തമാകാൻ ഇടയാക്കണമേ. അത് ടച്ച് ഓഫ് ദി ഫാദർ വെറുതെ ഉണ്ടാകത്തില്ല. അത് അത്ര ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ നമ്മൾക്ക് പിതാവിനെ നമ്മളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പുത്രനെ നമ്മൾക്ക് പിടിച്ചാൽ മതി. അതാണ് അത്രയും സിമ്പിളാണത്. പിതാവിന് നമ്മളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുത്രനെ ഇഷ്ടപ്പെട്ടാൽ മതി, ഈശോനെ ഇഷ്ടപ്പെട്ടാൽ മതി. നിങ്ങൾ ഈശോനെക്കുറിച്ച് എന്ത് ചെയ്താൽ, ഇപ്പോൾ നിങ്ങളൊരാളോട് ക്ഷമിക്കണമെന്ന് വിചാരിച്ചോ, അപ്പോൾ പറയണം, ഈശോ നിൻ്റെ നാമത്തിലാണ് ഞാൻ ക്ഷമിക്കുന്നത്, എനിക്ക് നഷ്ടമാണ് ഈ കച്ചവടം. നാളെ ഇവർ എൻ്റെ വായിക്കരി പല്ലുണ്ടോ എന്ന് നോക്കും. മനസ്സിലായ? ഇവരുടെയൊക്കെ സ്വഭാവം എനിക്ക് നേരത്തെ അറിയാം. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ ക്ഷമിക്കണം. എന്തിനാണ്? നിൻ്റെ പേരിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സർസൈസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പുത്രനെ പിടിച്ചു. അപ്പോൾ പിന്നെ എന്ത് പറ്റും? ഉടനെ പിതാവിനെ നമുക്ക് ദാനമായിട്ട് കിട്ടും. അതാണ് സംഭവം. അപ്പോൾ ഇത് ടെക്നിക്കലായിട്ട് വളരെ, അതാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യൻ ലൈഫ് ഇസ് എൻ ഇൻ്റലിജൻ്റ് ലൈഫ്. ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ലൈഫാണിത്. നിങ്ങൾക്ക് പിതാവുമായി ടച്ച് ഓഫ് ദി ഫാദർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളാദ്യം പുത്രനെ പിടിക്കണം. നിങ്ങൾ പുത്രനുമായിട്ട് നല്ല കണക്ഷനായിരിക്കണം, നല്ല കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവദൃശ്യന് റെലവൻ്റ് ആകും, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ പിതാവിൻ്റെ വിസിറ്റും പിതാവിൻ്റെ ആയിട്ടുള്ള ടച്ച് ലൈനിങ്ങും ഒക്കെ ഉണ്ടാകും, നമുക്ക് ഇടപെടലുണ്ടാകും എല്ലാ കാര്യത്തിലും. അതായത് നമുക്കങ്ങനെ സിമ്പിളായിട്ട് ജീസസിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ് മാത്രം പറ്റത്തില്ല. ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുമെന്നാണ് 14-17 പറയണത് അല്ലേ? ഒന്ന് വായിച്ച് യോഹന്നാൻ 14:17. ശ്രുതികടെ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 14:20 എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും 14:21 യോഹന്നാന്റെ സുവിശേഷം എന്ന് പറഞ്ഞ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. അച്ഛൻ പറഞ്ഞത് ടച്ച് ഓഫ് ദി ഫാദർ. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. യേശുവിനെയാണ് നമ്മൾ ആദ്യം കയ്യിലെടുക്കേണ്ടത്. അപ്പം പിതാവ് നമ്മളെ കയ്യിലെടുക്കും. ഇത് വെരി സിമ്പിൾ. അതാണ് ഈ 14:21 രാവചനയുള്ളവരോ, ഞാനും അവരെ സ്നേഹിക്കുകയും എന്നെ തന്നെ അവരെ വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പോഴേ ഇത് ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ 2 കാര്യങ്ങൾ കണ്ടു. ഒന്ന് ടൈം കണ്ടൻറ്റ്, രണ്ടാമത്തത് ടച്ച് ഓഫ് ദി ഫാദർ. ഈ 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളാകുമ്പോൾ ദൈവം ഒരു ഓൺലൈൻ ആയിപ്പോവും നമ്മുടെ. അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നീ നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി. അങ്ങനെ നമ്മുടെ സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്. സങ്കീർത്തനം 32:8 പറഞ്ഞോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. 2 സംഭവം ഇതാണ്. അപ്പം ഇത് വെരി സിമ്പിൾ അല്ലേ? അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ലെന്ന് വിചാരിച്ചോ. ഇപ്പം ഈ ചേച്ചിയുടെ കാര്യം കണ്ടില്ലേ, അവർക്കൊരു ഐഡിയ ഇല്ല. എന്നുവെച്ചാൽ അവരുടെ സമയത്ത് അവരുടെ വീട് നിൽക്കുന്നത് CRZ പരിധിക്കകത്താണ് നിൽക്കുന്നത്. 7 പ്രാവശ്യം ഒരു പഞ്ചായത്തിൽ പോയി, ഇനി നടക്കാനവർക്ക് വഴിയില്ല, തീർന്നു. അപ്പോഴെന്താ പറയണത്? ഞാൻ നിന്നെ ഉപദേശിക്കാം. ഈ ബൈബിളിൻ്റെ ബൈബിള് രസം പിടിച്ചു പോയാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ഇത് മാറ്റത്തില്ല. കാര്യം നമ്മുടെ ജീവിതം മുഴുവൻ ഇതിനകത്തുണ്ട്. നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ പ്രശ്നം, അത് മുഴുവൻ ബൈബിൾ പറയും, മണിമണി പോലെ പറയും.
ബൈബിളുമായിട്ട് കുറച്ച് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ യേശുവായിട്ട് അടുത്ത്, അപ്പോൾ പിതാവ് നിങ്ങളോടടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ രഹസ്യങ്ങളിലേക്ക് പോരും, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ. ഇപ്പോൾ ഈ ചേച്ചി എന്ന് പറയുന്നത്, ചേച്ചി ഇവിടെ വന്നപ്പോൾ തന്നെ അവർ വിശ്വാസം പ്രഖ്യാപിച്ചു. അവരെന്താണ്, നടക്കാത്ത കാര്യം ആദ്യമേ കയറി ഉടമ്പടി വെച്ചു. എന്താണ്, മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമപരമായിട്ട്. അപ്പം ഇത് ആദ്യമേ വെച്ചു. ഇത് മനുഷ്യർ നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ദൈവം എങ്ങനെയാണ് ആവുക, നടന്നാൽ കൊള്ളാം, മാതാവേ നടത്തണേ. ഇങ്ങനെയൊക്കെ ചില പഴങ്കഞ്ഞി ക്രിസ്ത്യാനികളുണ്ട്. അവർ വന്നിവിടെ ചളുവാരി വർത്തമാനം പറഞ്ഞ് തന്നെ ഇത് കുളവാക്കിയെടുക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതായത് ചില ഇടിവെട്ട് വിശ്വാസക്കാരുണ്ട്. അവർ വന്നിട്ട് ഒറ്റ ഫ്ലാറ്റാണ് അവർ. അതായത് അവർ പറയും, അമ്മേ ഈ സംഭവം അമ്മയില്ലാതെ നടക്കത്തില്ല, ഞാൻ അമ്മയെ ആശ്രയിക്കുകയാണ്, എനിക്ക് വേറെ ഓപ്ഷനില്ല. അവർ ഉടമ്പടിയിൽ ആദ്യം വെക്കും, എനിക്ക് വഴി കിട്ടണം, എനിക്ക് വീട് കിട്ടണം, നമ്പറിട്ട് കിട്ടണമെന്ന്. അത് അവരുടെ പ്രയോറിറ്റിയിലാണ് അവർ രക്ഷപ്പെട്ടു പോയത്. അവർ ഫസ്റ്റ് പ്രിഫറൻസിൽ ഈ നിയമപരമായിട്ട് വിരുദ്ധമായൊരു കാര്യം, പക്ഷെ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവരാദ്യം വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ തന്നെ എന്താ സംഭവിച്ചത്, വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ആ വിഷയം. ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിന് ക്യാൻസറാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ ചീട്ട് മേടിക്കും. അപ്പോൾ ക്യാൻസർ ഉടനെ അച്ഛൻ കാണുമല്ല, അപ്പോൾ അതുകൊണ്ട് ചീട്ട് മേടിക്കും. ചീട്ട് മേടിച്ചിട്ട് തള്ള വന്ന് പറയണത് എന്താണെന്നറിയാവുക, മകൾക്ക് കാനഡയിൽ പോകാൻ അവർക്ക് PR കിട്ടിയില്ലെന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ പിന്നെ രണ്ടാമത് പറയണത് അവർക്ക് വീട് ശരിയായിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ചീട്ട് മേടിച്ചിരിക്കണത് എന്താണ്, ഭർത്താവിന് ക്യാൻസർ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഈ നിൽക്കണതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്? അതെ. വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് എന്താണ്? ചേട്ടൻ ക്യാൻസറാണ്. എന്നാൽ ചേട്ടൻ്റെ മരിപ്പ് വരെ അവരെടുത്ത് കുഴിയാഴ്ച കഴിഞ്ഞിട്ട് നിൽക്കണവരെ ആളെന്ന് അവർ മാനസികമായിട്ട് ആ വിഷയങ്ങളെല്ലാം ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇയാൾ മരിക്കും, അതിനുശേഷം പിന്നെയുള്ള ജീവിതത്തെക്കുറിച്ചാണ് അവർ. പക്ഷേ അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ ഇയാളെ കരുവാക്കാതെ കാണാൻ പറ്റത്തില്ല. ഇതോടുകൂടി ഈ ചേർത്തിയുടെ കാര്യത്തിലൊരു ഏറെക്കുറെ ഒരു തീരുമാനമാകും. എന്താണ്, ഇവർ ബാക്കിലേക്ക് പോകും. കാര്യം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവായിട്ട് ബന്ധമില്ല, അതാണ് വിഷയം. എന്താ പ്രശ്നം വെച്ചാൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത്, ഈശോ പറയണത് ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തണം അല്ലേ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് നൽകുമെന്നല്ലേ. ഇപ്പം 33:6 ഭയങ്കരമായൊരു മദർ വേർഡാണത്. മദർ വേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ പ്രസവിച്ച് കൊണ്ടേയിരിക്കും അല്ലേ. ബൈബിളിൽ കുറേതരം വാക്കുകളുണ്ട്, അല്ല ഒന്നാണ് മദർ വേർഡ് എന്ന് പറയുന്നത്. മദർ വേർഡ് എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്കൊരു അനോയിൻറ്റിങ് ആയി പോയി കഴിഞ്ഞാൽ ഈ വേർഡിൽ നിന്ന് കുറേ വചനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാര്യം അതിങ്ങനെ വചനം പുതിയ ഉൾക്കാഴ്ചകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. മത്തായി 6:33 ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ രാജ്യം, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഒറ്റ വാക്ക് പറഞ്ഞത് എന്താണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ബാക്കിയുള്ളത് ചേർത്ത് കിട്ടുന്നതെല്ലാം. അപ്പം ചേർത്ത് കിട്ടുന്ന കാര്യത്തിൻ്റെ അത് ദൈവമഹത്വം ഇല്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം, ഒരു കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുമ്പോൾ മഹത്വത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാകുന്ന ഇൻസ്പെക്റ്റ് ചെയ്യണം. ഇപ്പം ദിസ് ഇസ് തേർഡ് പോയിൻറ്റ്. ആദ്യം എന്താണ്, വിശ്വാസം എന്താണ് ചെയ്യണം, വിതിൻ നോ ടൈം പ്രഖ്യാപിക്കണം. മൂന്നാമത്തെ എന്താണ്, കണ്ടൻറ് ഓഫ് ദി ഫാദർ, പിതാവിൻ്റെ ഇടപെടൽ അതിനകത്ത് ഉണ്ടാകുന്ന രീതിയിൽ നീ ഈശോയുമായിട്ട് ഇൻറ്റിമേറ്റ് ആകണം. മൂന്നാമത്തെ എന്താ വെച്ചാൽ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, മഹത്വത്തിൻ്റെ കണ്ടൻറ്റ്. അതായത് ഒരു വിഷയം അത് മഹത്വത്തിൻ്റെ കണ്ടൻ്റായിട്ടെന്ന് വെച്ചാൽ ദൈവത്തിന് മഹത്വം വെച്ചാൽ നമുക്കറിയാമില്ല, ആന നിന്നാലും ചിലപ്പോൾ 12,000, ചെരിഞ്ഞാലും 12,000 എന്ന് പറയും. പണ്ടത്തെ കണക്കാണ്. ഇപ്പം ചിലപ്പോൾ 1 ലക്ഷമോ 1.5 ലക്ഷമൊക്കെ ആനയ്ക്ക് വരെ ഉണ്ടാവും. ആന ചത്താലും അതിൻ്റെ കൊമ്പ് കിട്ടുമല്ല, അതാണ് അതിൻ്റെ വിലക്ക് വ്യത്യാസം വരാത്തതിൻ്റെ കാരണം. ആന നിന്നാൽ തടി വലിപ്പിക്കാനുള്ള വിലയാണ് അതിനുള്ളത്, ആന ചെരിഞ്ഞ കൊമ്പിൻ്റെ വിലയാണ് ഉള്ളത്. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ലാഭമാണ് ഉള്ളത് ഇതിൻ്റെ അകത്ത് വരുന്നത്, അത് നമുക്ക് നഷ്ടപ്പെടത്തില്ല. ഇതുപോലെയാണ് വിശ്വാസത്തിൻ്റെ ഒരു വിഷയം. വിശ്വാസം ഇപ്പം നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ സന്നിധി വെച്ചു, മേ ബി ഒരു ഹാർഡായിട്ടുള്ള ടാസ്ക്കാണെന്ന് വിചാരിച്ചോ, വിശ്വാസം ദൈവത്തിൻ്റെ വെച്ചു. ആ വിശ്വാസം നടന്നാൽ
ആ വീട് അത് നിനക്ക് ജോലി കിട്ടുകയോ അതനുസരിച്ച് നിൻ്റെ കാര്യങ്ങൾ നീ കല്യാണം കഴിക്കുകയോ അങ്ങനെ പോയാൽ ആ രീതിയിൽ ഇറ്റ്സ് ഓക്കെ. ഇനി അതിന് ദൈവമഹത്വം ഉണ്ടാവും. അത് നടന്നില്ലെങ്കിലും മഹത്വം ഉണ്ടാകണം. യു ഗോട്ട് ദ പോയിൻറ്റ്. ആ കാര്യം നടന്നില്ലെങ്കിലും എന്താണ്, കർത്താവേ ഇതല്ല നിൻ്റെ മനസ്സൊന്നിപ്പോഴേക്ക് മനസ്സിലായി, ഈ പെണ്ണിനെ അല്ലെങ്കിൽ ഈ ചെറുക്കനെ കല്യാണം കഴിക്കണമല്ല നിൻ്റെ മനസ്സൊന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ആ കല്യാണം പോയത്. സോ ഗ്ലോറി ബി ടു യുവർ നെയിം, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. അത് കണ്ടൻറ് ഓഫ് ദി ഗ്ലോറി എന്ന് പറഞ്ഞതാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ഒരു കല്യാണം വന്ന എൻ്റെ അച്ഛാ എന്ത് പരിപാടിയാ വെച്ചാൽ കാണിച്ചത്, ഞാൻ ഉടമ്പടിച്ച് ഇതാണല്ല, എന്നിട്ട് മനസ്സമ്മതവും വരെ നടന്നാണ്, എല്ലാവരും അടിച്ചാൽ കുറേ കാശും പോയതാണ്, ആൾക്കാരും കോവിഡായ കാരണം തിരിച്ച് കാശും തന്നില്ല, ആകപ്പഴം കടത്തിലായി എന്ന് വെച്ചാൽ ഉള്ള ആ കല്യാണം പോയെന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ അവർ 2-3 പ്രാവശ്യം ഇങ്ങനെ നിലവിളിക്കും. കാര്യം അതായത് ഇവർ വിശ്വാസിയാണ്, പക്ഷേ ഇതിനുള്ളിൽ അവർ 2-3 പ്രാവശ്യം നിലവിളിക്കും. ദാറ്റ് മീൻസ് ഇവർ ആ ഒരു വിഷയത്തോട് വളരെ വൈകാരികവും മാനുഷികവുമായിട്ടാണ് അടുക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ മനുഷ്യരാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ദൈവിക കണ്ടൻ്റ് ഉണ്ട്. ഒരു ദിവസം ഞാനൊരു മാളെ കുമ്പസാരിപ്പിക്കുകയായിരുന്നു ഈ പള്ളിയിൽ. ഇവിടെ മാക്സിമിലിയൻ കോൾവേ എന്ന് പറഞ്ഞ പള്ളിയുണ്ട് ഇവിടെ. അവിടെ ഞാനവിടെ കൊച്ചച്ഛനായിരുന്നു, എൻ്റെ കീഴിലായിരുന്നു ആ പള്ളി. കാര്യം വികാരത്തിന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ അവിടെ എല്ലാ പരിപാടിയും, ഇപ്പോഴത് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാനവിടെ കുമ്പസാരിക്കുന്ന സമയത്ത് ഒരു പെങ്കൊച്ചനോട് പറഞ്ഞ്, അച്ഛാ നാളെയാണ് എൻ്റെ കല്യാണം എന്ന് പറഞ്ഞ്, ഇത് കല്യാണ കുമ്പസാരമാണെന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണ കുമ്പസാരം നടത്തി അവളെ ആശീർവദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, മകളെ ഈ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അവളെന്നെ തല്ലാഞ്ഞത് ഭാഗ്യം. കാര്യം തിരിച്ചവൾ വന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് വിതിൻ നോ ടൈം ഞാൻ പറഞ്ഞതാണത്, ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞതല്ല. ആ കല്യാണത്തിനത് പെശക ഉണ്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് തിരിച്ചു വന്ന് ചോദിച്ചു എന്താണ് ചെയ്തത്. അപ്പം നീ അത് കുറച്ചുകൂടി ആരെങ്കിലും വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ 4-5 പേര് വന്ന്, കാര്യം നിസ്സാര കാര്യമാണ്, നാളെ കല്യാണത്തിന് ഇങ്ങനെ പറഞ്ഞ് ഒരു പ്രാന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിടുക തന്നെ പള്ളിയിരിക്കുന്നത്, അതും 10 സ്ഥലം അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുക എന്നുള്ള പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മക്കളേതായാലും ശരി, എന്നെ ഒന്നും ഇപ്പോൾ പറയേണ്ട, നിങ്ങൾ ഒന്നുകൂടി പോയി കാര്യങ്ങളൊക്കെ ചെറുക്കനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിക്കാൻ പറഞ്ഞ സമയത്ത് അവർ എന്നോട് കുറച്ച് സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അവർ വിഷയം പോയി അന്വേഷിച്ചപ്പോൾ ചെറുക്കിന് വട്ടാണ്. അതാണ് വിഷയം, വട്ടാണത്. ആ കല്യാണം കളഞ്ഞവർ, അവരുടെ കാശും കുറച്ച് പോയി. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം വേറെ കല്യാണം കഴിച്ച് വളരെ ഭംഗിയായിട്ട് ജീവിക്കണം, ഒരു പ്രശ്നമൊന്നുമില്ല. അതല്ലേ ഞാൻ പറയണത്. ഒരു സംഭവം നമ്മൾ ആശിച്ചിരുന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മേക്കിട്ട് കയറരുത്. അത് വലിയൊരു മണ്ടത്തരവാണ്. ഇപ്പോൾ ഒരു വസ്തു വിൽക്കാൻ പോണ്, നമ്മളെല്ലാം നമ്മുടെ കടക്കാരോട് നമ്മൾ പറയുകയാണ്, ഇതേ അഡ്വാൻസ് തന്നിട്ടുണ്ട്, പറ്റിപ്പ് പാർട്ടിയൊന്നും അല്ലെന്ന് തോന്നണേ, അഡ്വാൻസ് തന്നത് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ആ പൈസ കിട്ടിയാൽ നിങ്ങളുടെ പൈസ തരും. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ പൈസ അവരെ അഡ്വാൻസ് തന്ന ആൾക്കാർ പിന്നെ വരത്തില്ല. അവരെ കാശ് ഉപേക്ഷിച്ചു, പക്ഷേ അവർക്ക് പറമ്പ് വേണ്ട. വിളിച്ചു ചോദിച്ചോ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ലോൺ തരാമെന്ന് പറഞ്ഞ മറ്റൊന്ന് തരണില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഒരു ദൈവമേ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിരുന്ന് അവസാനം കപ്പിനും ചുണ്ടിനും എടുത്തെത്തിയപ്പോൾ തെറ്റിപ്പോയില്ല, ഇതെന്നാ ദൈവമാണെന്നായിരിക്കും നമ്മൾ ആദ്യം ചോദിക്കുന്നത്. അതോടുകൂടി ഇതിൻ്റെ കാര്യം തീരുമാനമായി. ആൾക്കാർ ചെന്ന് പണി മേടിക്കണതാണ്, ദൈവത്തെക്കുറിച്ച് അറിയാതെ പണി മേടിക്കണതാണ്. കാര്യം നമ്മൾ ഒന്നുറങ്ങിയാൽ നേരം വെളുക്കുമോ? എത്ര പ്രാവശ്യം ഉറങ്ങേണ്ടി വരും? ഞാനൊക്കെ 3 പ്രാവശ്യം ഉറങ്ങിയിട്ടാണ് നേരം വിളിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞ പോലെ ദൈവവുമായിട്ട് കയറി കോർക്കരുത്. മാതാവിൻ്റെ ഏറ്റവും വലിയ മാതൃക അതാണ്, കോർക്കത്തില്ല. എന്തെല്ലാം വിഷയം ഉണ്ടായാലും ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്തെല്ലാം ഇഷ്യൂ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഓപ്പോസിറ്റാണ് നടക്കണമെങ്കിലും യേശുവിൻ്റെ അമ്മ എന്ന് പറയണത് അത് നന്നായിട്ടാണ് പറയണത്. 1:47 പറയുന്നില്ലേ യേശുവിൻ്റെ അമ്മ. അവൻ്റെ അമ്മ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പം ഇതൊരു വിഷയം, അതായത് എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ 4ാമത്തെ ഘട്ടം എന്താണ്? എന്തെങ്കിലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ
നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളഞ്ഞ്. അതിൻ്റെ പേര് ബോൾട്ടാക്ക് പോകരുത്. പറഞ്ഞ മനസ്സിലായ? വിശ്വാസത്തിന് ഒന്നാമത്തെ വിഷയം എന്താണ്? ടൈം കണ്ടൻറ്റ്. രണ്ടാമത്തെ വിഷയം എന്താണ്? ഫാദേഴ്സ് ടച്ച്. മൂന്നാമത്തെ വിഷയം എന്താണ്? മഹത്വത്തിൻ്റെ കണ്ടൻറ്റ്. നാലാമത്തെ വിഷയം എന്താണ്? നാലാമത്തെ വിഷയം നോ കമൻറ്റ് പ്ലീസ്. നോ കമൻറ്റ് പ്ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിന്, നിൻ്റെ വിശ്വാസത്തിന് നിനക്ക് നിരക്കാത്ത, സ്വീകാര്യമല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ ദൈവത്തോട് ഫൈറ്റ് ചെയ്യാൻ പോകരുത്. ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അപ്പം നിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും ദൈവവുമായിട്ടുള്ള. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ചിന്തയ്ക്ക്, ആലോചനയ്ക്ക്, ആഗ്രഹങ്ങൾക്ക്, പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ദൈവിക നടപടി വന്നാൽ അത് സ്നേഹത്തോടെ നിന്റെ തിരുമനസ്സിനെ കീഴ്പ്പെട്ടുകൊണ്ട് കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ആരാധന 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 ഹല്ലേലൂയ. നീ എൻ്റെ നാഥനല്ലോ, നിത്യജീവന്റെ നാഥനല്ലോ. നീ എൻ്റെ നാഥനല്ലോ, നിത്യജീവന്റെ നാഥനല്ലോ. എന്നെ നിന്റേതായി മാറ്റിടുവാ, നിന്നിൽ ചിരം വസിക്കാം. എന്നെ നിന്റേതായി മാറ്റിടുവാ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ദൈവവുമായിട്ട് എങ്ങനെയാണ് ഓൺലൈനിലാകണതെന്നാണ് സബ്ജക്റ്റ്. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നമുക്ക് അജ്ഞാതമായ വഴികൾ വരത്തില്ലേ? നമുക്ക് ആ വഴി എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമ്മുടെ വിസയ്ക്ക് കൊടുത്തിരിക്കുന്ന പാർട്ടി എപ്പോഴും നമ്മുടെ പ്രോസസ്സിങ്ങിൽ സ്റ്റേ പ്രോസസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇമെയിൽ എപ്പോൾ നോക്കിയാലും നമ്മൾ നോക്കുമ്പോൾ കമ്പനി വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇൻ പ്രോസസ് എന്ന് പറയും. വിസയുടെ കാര്യം നമ്മളവർക്ക് ദൈവം ഇങ്ങനെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ പലിശ കൂടുമില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന കാശില്ല, അതിൻ്റെ പലിശ കൊടുത്തില്ലേ? അപ്പോൾ എന്താണ് മകനെ വല്ല ആയാടാ? ഇല്ല. ഓ ദൈവം ഭണ്ഡാരം, പലിശ കൂടുമില്ല, വീടും കൊണ്ടേ പോകത്തുള്ളായിരിക്കും. അമ്മ തലയെ കഴിച്ച് ഇവരാകുകയാണ് അടുത്ത മുറിയിലേ. ഇവരാരും വിശ്വാസികളല്ല, അതാണ് പ്രശ്നം. അതായത് ഇതെല്ലാം പ്രോസസ് ടൈം എന്ന് പറയുമ്പോൾ വെറുതെ കമ്പ്യൂട്ടറിൽ നിൻ്റെ വിസ പ്രോസസ്സിങ് മാത്രമല്ല നടക്കുന്നത്, നിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രോസസ്സിങ് കൂടി നടക്കുന്നുണ്ട്. വിസയും വിശ്വാസമൊക്കെ ഒരുമിച്ച് പോകുന്നതാണ്. എന്ന് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ നിൻ്റെ വിശ്വാസം കൂടി ദൈവം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ വിശ്വാസം കൂടി ദൈവം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴാണത് കറക്റ്റാകണത് അനുസരിച്ച് ഈസി ആയിട്ട്. ഇപ്പോൾ ഈ ചേച്ചിയുടെ കാര്യം കണ്ടില്ലേ? ചേച്ചി നമ്മൾ എന്താ പറഞ്ഞത്? ദൈവവുമായിട്ട് ഇങ്ങനെ 1 2 3 4 5 സെക്ഷനായിട്ടുള്ള ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവവുമായിട്ട് ഓൺലൈനിലാകും. അപ്പോൾ ഓൺലൈനാകുമ്പോൾ ചേച്ചിക്ക് അങ്ങനെ ഒരു ഓൺലൈൻ, പിന്നെ നമുക്ക് മെസ്സേജിങ് ആവും. ദൈവമായിട്ട് അടുത്ത്, ആത്മാർത്ഥമായിട്ട് അടുത്ത് കഴിയുമ്പോൾ പിന്നെ പിതാവിൻ്റെ ഫാദേഴ്സ് ടച്ചുള്ള കാരണം നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഇന്ന സമയത്ത് ഇന്നതുപോലെ ചെയ്യണം. സ്വപ്നം കാണും ദൈവത്തെ, സ്വപ്നത്തിൽ കൂടെ പ്രത്യക്ഷപ്പെട്ട് ഇന്ന കാര്യം ചെയ്യാൻ പറയും. അതൊക്കെ എല്ലാം ഇന്നത്തെ കാലത്ത് എപ്പോഴും നടക്കുന്ന കാര്യമാണ്. ഇത് ഉടമ്പടി എടുത്ത ആൾക്കാരുടെ സാക്ഷി നോക്കിയാൽ മതി. അത്രയും അമ്മമാതാ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എല്ലാവർക്കും ഓരോ കാര്യം അവരുടെ രീതി അനുസരിച്ച് പറയും. അപ്പം അങ്ങനെ കുറേ സാക്ഷ്യങ്ങളുണ്ട് ആ രീതിയിൽ. പക്ഷെ അവരൊക്കെ എങ്ങനെയാണ് ആ സാക്ഷ്യത്തിൻ്റെ ലെവലിലോട്ട് ചെന്നതെന്ന് പറഞ്ഞത് ഇൻറ്റിമസിയാണ് അതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇൻറ്റിമസി എന്ന് വെച്ചാൽ ദൈവത്തിന് പല കാര്യവും വിശ്വാസത്തിൻ്റെ പേരിൽ ദൈവത്തിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിനെ ഒരു പരിഭവത്തിനും വാഗ്വാദത്തിനും മത്സരത്തിനും ഒന്നും ഫൈറ്റ് ചെയ്യാൻ പോകാതെ
അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അങ്ങനെ വളരെ തഞ്ചത്തോടും തായത്തോടും കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വ്യാപരിച്ചാണ്. അങ്ങനെ വരുമ്പോൾ എന്താ പറയണത്? നീ നടക്കേണ്ട വഴി, അജ്ഞാതമായ വഴി. ഇപ്പം 42 ഐസയ 42:16 അജ്ഞാതമായ മാർഗത്തിൽ ഏറ്റു പറഞ്ഞേ, അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. ഇത് വാഗ്ദാനമാണ്. നമുക്ക് തന്നിരിക്കുന്ന 10,000-കണക്കിന് വാഗ്ദാനങ്ങളിൽ ഒന്നാണിത്. എന്നുവെച്ചാൽ ചില സമയത്ത് നമുക്ക് വഴിമുട്ടിപ്പോകും, ഗതിമുട്ടിപ്പോകും, പിന്നെ ചിലപ്പം മൊഴിയും മുട്ടിപ്പോകും. എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പല ബബബ ജപജപ അടിയും എന്നറിയാൻ പല നമുക്ക്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാം. അതാണ് ഈ പറയണത്, നിനക്ക് അജ്ഞാതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്കറിയാൻ പാടില്ലാത്ത വഴികളിലൂടെ 42:16 ഞാൻ നിന്നെ നടത്തും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 32:8 വായിച്ചത്. സങ്കീർത്തനം എന്താ വായിച്ചത്? സങ്കീർത്തനം നീ നടക്കേണ്ട വഴി എന്ന് പറഞ്ഞേ, നീ നടക്കേണ്ട വഴി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കും. ഇൻറ്റിമസിയുടെ സമയമായി. ദൈവവും നാമളും തമ്മിൽ ഒരു ആഭിമുഖത്തിനുള്ള സമയമായി. റിലേഷൻസാണിത്. വഴി തെളിഞ്ഞു വരുന്ന റിലേഷനിലൂടെയാണ്. എന്താണ്? നീ നടക്കേണ്ട വഴി. ഏറ്റു പറഞ്ഞേ, നീ നടക്കേണ്ട വഴി. സങ്കീർത്തനം 32:8 നീ നടക്കേണ്ട വഴി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കും. മീൻസ് ദൈവവും നമ്മളും തമ്മിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സിറ്റ് ചെയ്യുകയാണ്, ഇൻറ്റിമസിയായി. അപ്പം നമുക്ക് ഇങ്ങനെ സമയത്ത് വഴി പറഞ്ഞു തരും. വിശ്വാസം പ്രഖ്യാപിക്കുന്നതനുസരിച്ച് വിശ്വാസത്തിൽ നോ ടൈം എടുക്കുമ്പോഴും ഫാദേഴ്സ് ടച്ച് ഉണ്ടാകുമ്പോഴും മഹത്വത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കോൾ ടു ഇൻറ്റിമസി ആവും, ദൈവത്തോട് അടുത്ത് വരും. അങ്ങനെ വരുമ്പോൾ 32:8 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നീ നടക്കേണ്ട വഴി അജ്ഞാതമായ വഴിയാണ് നിനക്കത്, പക്ഷേ ഞാനത് നിൻ്റെ മുഖത്ത് നോക്കി ഇപ്പോൾ പറയും. അപ്പോൾ നിങ്ങളവർക്ക് ഇത് സാധാരണ മനുഷ്യർക്ക് സാധ്യമാണ്. തീർച്ചയായിട്ടും ആ ചേച്ചി ആ ടൈപ്പ് സാധനമാണ്. നമ്മുടെ ഇവരില്ലേ CRZ ചേച്ചി, അവരാ ടൈപ്പാണ്. അവർ കർത്താവുമായിട്ട് ഇൻറ്റിമസിയാണ്. വെച്ചാൽ അവരെ ഒന്നാമത് വെച്ചിരിക്കുന്നത് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ അവർക്ക് നമ്പറിട്ട് തരുന്നില്ല. 7 പ്രാവശ്യം ഒരു പഞ്ചായത്തിൽ 7 മാസത്തിനുള്ളിൽ 7 പ്രാവശ്യം പോയെന്നാണ് പറയണത്. ഇനി അമ്മ തന്നെ അത് ചെയ്യേണ്ടി വരും. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ലെന്ന് പറയും. പക്ഷേ അമ്മ എന്താ ചെയ്യാൻ പോണത്? അമ്മ ഇവർ നടക്കേണ്ട വഴി ഇവരുടെ മുഖത്ത് നോക്കി ഉപദേശിക്കും. എന്താ ചെയ്യണത്? അവർ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, നീ ഒരു പണി ചെയ്യും, നീ ആ വീട്ടിൽ പോയി, നീ നമ്പർ കിട്ടാത്ത വീട്ടിൽ പോവുക. അവിടെ ഒരു ആന്തരികമായ പ്രേരണയാൽ ഇവർ നമ്പർ കിട്ടാത്ത വീട്ടിലോട്ട് പോകുമ്പോൾ എന്ന് പറയും, നീ ആ പച്ചത്തിരിയും നീലത്തിരിയും ഒരുമിച്ചെടുക്കാൻ പറയും. അപ്പം നമ്മളിത് ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല അത്. അപ്പോൾ ഇവരെന്നാ ചെയ്യണത്? ഈ നീലത്തിരിയും പച്ചത്തിരിയും ഒരുമിച്ചെടുത്ത് അവർക്ക് അവരുടെ മുഖത്ത് നോക്കി ഉപദേശം കിട്ടിയാണ് അവർക്ക്. നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അത് അവർക്ക് കിട്ടിയ അവരുടെ പ്രൈവറ്റ് റിലേഷൻസ് ആ കർത്താവുമായിട്ടുള്ള. അവരോട് പറഞ്ഞു, നീ പച്ചത്തിരിയും നീലത്തിരിയും ഒരുമിച്ചെടുക്കാൻ പറഞ്ഞു. ഒരുമിച്ചെടുത്തുകൊണ്ട് ഇവർ നേരെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ബുക്കുമായിട്ട് ഇവർ ആ വീട്ടിൽ ചെല്ലും. അത് വീട്ടിൽ നമ്പർ കിട്ടാത്ത വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ഇളം തന്നെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിശ്വാസപ്രമാണം ചൊല്ലും. വിശ്വാസപ്രമാണം ചൊല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസപ്രമാണം ആർക്ക് വേണമെങ്കിലും ചെല്ലാം, പക്ഷേ റിട്ടേൺസ് വ്യത്യസ്തമായിരിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പം നിങ്ങൾ ചോദിക്കും, ചെല്ലണതെല്ലാം ഒരു വിഷയമല്ലേ എന്നൊക്കെ ആയിരിക്കും വിചാരിക്കണം. പക്ഷേ ചെല്ലണമല്ല, ആര് ചെല്ലുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാര്യം വിശ്വാസപ്രമാണം ആർക്കും ചെല്ലാവില്ല. വിശ്വാസപ്രമാണം ആർക്കും ചെല്ലണമല്ല പ്രശ്നം, അത് ആര് ചെല്ലുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസപ്രമാണം ചെല്ലുക. കാര്യം വിശ്വാസത്തിനെ ബന്ധിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസപ്രമാണം മതി. കാര്യം വിശ്വാസത്തെ ബന്ധിക്കാൻ വരെ വിശ്വാസപ്രമാണം മതി. പക്ഷേ എന്താ പ്രശ്നം? വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാരുടെ കൈ വിറക്കും. അങ്ങനെയാണ് ഉന്നം തെറ്റിപ്പോണത്. ചില ആൾക്കാർ തോക്കെടുക്കത്തില്ലേ, തോക്കെടുത്തിട്ട് ഇങ്ങനെ ഇറക്കുമ്പോഴാണ് അടുത്ത പറമ്പിൽ പോണത് ഉണ്ട. ചില ആൾക്കാരുടെ വിശ്വാസപ്രമാണം ചില അങ്ങനെയാണ്. കൈ എടുക്കുമ്പോൾ തന്നെ വിറക്കുമ്പോൾ ഉണ്ട് അടുത്ത വണ്ടി പോയി വല്ല കൊക്കിനെയും വെടിവെക്കണേ ആയിരിക്കും. ചിലപ്പോൾ വല്ല പശുവിനും പോയി കൊണ്ടിട്ട് ആ പണിയാക്കും. അപ്പോഴത് വിശ്വാസപ്രമാണം ഷൂട്ട് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. കാര്യം നീ ആദ്യം ദൈവസ്നേഹമുള്ള ആളാണ്, ഫാദറിനോട് പിടുത്തം ഉണ്ടാകണം.
അപ്പ ഇതിനകത്ത് ഭയങ്കര റോളാണ്. നിങ്ങൾക്ക് കുറച്ച് അത് ശരിക്കത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് അപ്പായുടെ റോളെന്ന് പറഞ്ഞാൽ അപ്പായുമായിട്ട് നിങ്ങൾ പൊരിഞ്ഞ സ്നേഹത്തിലായിരിക്കണം. യേശുവുമായിട്ട് നിങ്ങൾ അടുത്ത് കഴിയുമ്പോൾ അപ്പ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുമായിട്ട് അടുക്കും. അപ്പയ്ക്ക് നമ്മുടെ രീതി എന്ന് വെച്ചാൽ യേശുവായിട്ട് നമ്മളെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് റിസൾട്ടായിട്ടാണ് അപ്പ നമ്മളോട് എടുക്കുന്നത്. അങ്ങനെ അടുത്ത് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുമെന്ന് വെളിപാട് വരും. ഞാനും അവനെ സ്നേഹിക്കും, എന്നെ തന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എവിടെ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 14:21 വെളിപാടുകൾ വരും. അപ്പം നിങ്ങളോർക്ക് ഇത് വെളിപാട് യോഹന്നാന് പണ്ടൊരു വെളിപാടുണ്ടായി, പിന്നെ ആർക്കാണ് വെളിപാടുണ്ടിരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാ കള്ളത്തല്ലെന്ന് പറയും. വെളിപാടിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ക്ലാസിക്കൽ തിയോളജിയൻസ് ഉണ്ട്. പക്ഷേ ദൈവവും മനുഷ്യനുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ വെളിപാടുണ്ടാകാതെ പിന്നെ എന്തുണ്ടാകാനാണ്? ഈ ചേച്ചിയെ സംബന്ധിച്ചോളം ചേച്ചിയോട് പറഞ്ഞാൽ എന്തായിരിക്കണം? നീ പോയി വെളിപ്പെടുത്തുന്നു പറഞ്ഞാൽ ഞാനും അവനെന്നാ പറഞ്ഞിരിക്കണം. അല്ലാതെ അതിൻ്റെ അകത്ത് മെത്രാനും കർദിനാളിനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനും സാധാരണ സിംഗിൾ ഫെയ്ത്ത്ഫുള്ളിനാണ് പറയണത്. ഇതിൻ്റെ അകത്ത് എന്താ പറയണത്? എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. അതാണ് സംഭവം. ഈശോ സ്നേഹിച്ചാൽ പിതാവ് നമ്മളെ സ്നേഹിക്കും. പിന്നെന്ത് പറ്റും? ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുമെന്നാണ് പറയണത്. ഈ എന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഈശോയാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ വെളിപ്പെടുത്തുക എന്ന് വെച്ചാൽ ഈശോ ഒരു മനുഷ്യന് ഇനി വരാൻ പോകുന്ന ഈ സൂര്യൻ തണുക്കുവോളും നക്ഷത്രങ്ങൾ മങ്ങുവോളും മനുഷ്യരാശി നിലനിൽക്കുവോളും മനുഷ്യൻ്റെ ആവശ്യമായിട്ടുള്ള സിംഗിൾ ആപ്പിൻ്റെ പേരാണ് ക്രിസ്തു. ക്രിസ്തുവിലെല്ലാം ഉണ്ട്. പൗലോസാണിത് പറയണത്. ക്രിസ്തു എല്ലാമാണ്. ഒന്നേറ്റ് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പം ഇത് വലിയൊരു വെളിപാടാണ്. അതായത് ഇപ്പം നമുക്ക് ആവശ്യമായ വീട്, ജോലി, സ്ഥലം തൊട്ട് നിത്യത വരെ ക്രിസ്തുവിലാണ്. അതാണ് കൊളോസ്യസ് 3:11 എന്താ പറയണത്? ക്രിസ്തു എല്ലാമാണ്. പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പം എല്ലാമാണെന്ന് പറയുമ്പോൾ അവൻ 14:6 പറയും, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ജനറലായിട്ട് പറഞ്ഞു വെച്ചും അവൻ പറയും, പർട്ടിക്കുലറായിട്ട് പറയും. എന്താണ് വഴിയും സത്യവും ജീവനും? 14:6 യോഹന്നാൻ 14:6 എന്താണ്? വഴിയും സത്യവും ജീവനും ഞാനാണ്. അപ്പം നമ്മൾ ഓർക്കും ഇത് നിത്യതയായിരുന്ന പിതാവിൻ്റെ പക്കലേക്കുള്ള വഴി മാത്രമാണെന്ന്. അങ്ങനെയല്ല. ക്രിസ്തു എല്ലാമായത് കാരണം എല്ലാ വിഷയങ്ങൾക്കും അവന് വഴിയുണ്ട്. ശ്രദ്ധിക്കട്ടെ.